ശബരിമല വിഷയത്തിൽ കളങ്കിതരായവരെ ഒന്നും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത്. പത്മകുമാറും വാസുവും എല്ലാം അകത്ത് കിടക്കുമ്പോഴും മാഷ് ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കടകംപള്ളി പോറ്റിയെ കാണുന്നു, പോറ്റിയുമായി സൗഹൃദ സംഭാഷണം നടത്തുന്നു, പോലീസ് അകമ്പടിയോടെ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ വെറും ഒരു അടിച്ചുതറിക്കാരനാണ്. അതിനുശേഷം രാജു അബ്രഹാം പോറ്റിയുമായി നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോറ്റിയുടെ അച്ഛന് പുടവ സമ്മാനിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഗോവിന്ദ മാഷ് അവസാനം തെറ്റി സമ്മതിക്കുന്ന പോലെയായി. പാർട്ടിയിലുള്ള നേതാക്കന്മാരെല്ലാം അടപടലം ജയിലിലേക്ക് പോകുമോ എന്നാണ് മാഷിന്റെ ഭയം. അടുത്ത തവണ മത്സരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും ഈ പോക്കാണെങ്കിൽ. അതിനകത്ത് അദ്ദേഹം അന്ന് പറഞ്ഞത് CPM-നകത്ത് CPM അല്ലാതാവുന്നത് എങ്ങനെയാണ്? മോഷ്ടിക്കുന്നതും CPM അല്ലാതാവും. അപ്പോൾ ഇതിനകത്ത് കരടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അയ്യപ്പൻ്റെ ഒരു തരം സ്വർണം മോഷ്ടിച്ച ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വെളിയിൽ അവരെ സംരക്ഷിക്കത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നമ്മുടെ വാസുവിൻ്റെയും പപ്പൻ്റെയും മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പപ്പൻ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പം അതെന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി പിന്നെ വിശദീകരിക്കുമായിരിക്കും. വീടുകൾ കയറുമ്പോൾ ആൾക്കാർ ചോദിച്ച ചോദ്യത്തിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനായിരുന്നു ഞാനീ പറഞ്ഞത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം ED കയറി കഴിഞ്ഞ ദിവസം നമ്മൾ PS മാഷ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്ന ED ഇന്നലെ കയറി 28 ഇടത്ത് റെയ്ഡ് നടത്തിയതിനകത്ത് ഒന്ന് ആവർത്തിച്ച് പറയുന്നത് 3 സംസ്ഥാനങ്ങളുണ്ട്. ശബരിമല കൊള്ളയ്ക്കകത്ത് 3 സംസ്ഥാനങ്ങളുണ്ട്. ഏത്? കർണാടക, തമിഴ്നാട്, കേരളം. 8ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇതിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസിനെ പറ്റി ED ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നലെ ഒരു വിശദീകരണം വരുന്നതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണം മാത്രമല്ല സാറേ ഈ പറഞ്ഞതുപോലെ കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ ശബരിമല സ്വർണം മാത്രമല്ല ഒരിക്കൽ ദക്ഷിണേന്ത്യയിലെ പല അമ്പലങ്ങളിലെയും പഞ്ചലോക വിഗ്രഹം ഇതുപോലെ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള ഇതുപോലെ നടത്തിയിട്ടുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ രാജ്യാന്തര റാക്കറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ രാജ്യാന്തര റാക്കറ്റ് ഇല്ലെങ്കിൽ ED കുറേ ദിവസം കൊണ്ട് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ED വന്നത്. അന്ന് സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ല ഇല്ല ഇതിനകത്ത് ED അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു കൊടുക്കടേ, അവർ അന്വേഷിക്കട്ടെ. സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ ആർക്കതിന് അർത്ഥം ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. അപ്പോൾ ED എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ED എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇപ്പം ED ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ED ഇതങ്ങ് വിശാലമായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഇന്നലത്തെ ഒരു റെയ്ഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ED ഇന്നലെ വന്നൊരു വരവെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വന്നൊരു വരവും അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു റെയ്ഡ്, EDയുടെ റെയ്ഡൊക്കെ അവിടെ ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പ്രശ്നമുള്ളിടത്ത് അല്ലെങ്കിൽ CRPF. ഇന്നലെ CRPF അകമ്പടിയോടുകൂടി തോക്കുധാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് അകമ്പടിയോടുകൂടി 28 ഇടത്ത് ഒരുപോലെ നടന്ന റെയ്ഡ്. നമ്മൾ ഈ റെയ്ഡ് ഇതിനു മുമ്പ് കണ്ടുള്ള PFI ഓപ്പറേഷനാണ്. കാരണം ഇന്ത്യ മൊത്തം റെയ്ഡ് ഒരേ സമയത്ത് ഇതുപോലെ നടന്നു. ഇതിനകത്ത് 4 ഇടത്തുനിന്ന് 4 ചെന്നൈ, ബാംഗ്ലൂര്, തിരുവനന്തപുരം, കോഴിക്കോട്, ഇവിടെ 4 ഇടത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ, 150ഓളം ഉദ്യോഗസ്ഥർ എല്ലായിടത്തും ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു. ഞാനീ പറഞ്ഞത് ഇപ്പം ED SIT ഇത് പറഞ്ഞു വരാൻ കാര്യം SIT ഇതിനകത്ത് ചിലരെയൊക്കെ അരിപ്പ വെച്ച് നമ്മൾ പറഞ്ഞില്ലേ മണിയെ വിട്ടായിരുന്നേ. നമ്മളന്ന് പറഞ്ഞു, ഞാനും PS സാറോടായി പറയുന്നത് മണിയെ വിട്ടായിരുന്നു. അതുപോലെ തന്നെ SIT അരിപ്പ വെച്ച് മാറ്റി നിർത്തിയ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിടിച്ചായി പോറ്റിയല്ല ആരെ തന്ത്രിയെ. അതുപോലെ SIT അരിപ്പ വെച്ച് ഒരാളെ നിർത്തിയിട്ടുണ്ട്. ആരെയാ പറയണ്ടല്ലോ, ദൈവതുല്യനായിട്ടെന്ന് പറഞ്ഞ ഒരാളെ, ഒരു മുൻ മന്ത്രിയെ. പോട്ടെ, കടകംപള്ളി സുരേന്ദ്രന്റെ സംശയത്തിനിടയിലാണ്, മാധ്യമങ്ങൾ പുറകിലാണ്. അയൽവാസികൾ പറയുന്നു പോറ്റിയുടെ വീട്ടിൽ പലവട്ടം ചെന്നിട്ടുണ്ട്, പോറ്റിയുടെ വീട്ടിൽ പ്രകാശ് ചെന്നിട്ടുണ്ട്, എല്ലാം ചെന്നിട്ട്. അപ്പൊ ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുക. കടകംപള്ളി സുരേന്ദ്രന് ഓർമ്മയില്ല. പുള്ളിക്ക് ഓർമ്മക്കുറവ്, പ്രായത്തിന്റെ വിഷയമാണ് ഓർമ്മക്കുറവ്. അപ്പം ഇപ്പൊ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ED പൊക്കോണ്ടിരിക്കും. ED ഏതാണ്ട് 35 പേരിലേക്ക് പോകുന്നു. ഇതിനകത്ത് 11 പേരേ ഉള്ളൂ പ്രതികൾ. ഉള്ള പ്രതികളെയും കൂടെ കുറയ്ക്കാനാണ് നോക്കിയത്. കോടതി പറഞ്ഞുകൊണ്ടാണ് 15 പേര് വന്ന്. ഇപ്പം ED 35 പേരെ പ്രതികളാക്കിയിട്ടുണ്ട്. 8ഓളം സ്ഥാപനങ്ങളുണ്ട്. വലിയ ഇനി കൂടുതൽ ആൾക്കാർ വന്നേക്കാം. ഇപ്പം ED പ്രതികളാക്കിയതിനകത്ത് നമ്മളീ പറഞ്ഞതുപോലെ ഇവരൊഴിച്ചു വിട്ട കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ പ്രതിയാക്കുന്ന സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്നു. പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പോറ്റി നിസ്സാരക്കാരനല്ല സാറേ. പോറ്റിക്ക് ഇപ്പം ED കണ്ടെത്തിയ ആസ്തി പോലും 30 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അപ്പൊ സാറേ ED ഈ അടിച്ചളിക്കാരനായിട്ടുള്ള ഒരുത്തം വരുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അവൻ നിവൃത്തികേടുണ്ടായി അടിച്ചളിക്കാരനായിട്ട് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ 30 കോടി രൂപയുടെ ആസ്തിയാകുമ്പോൾ
ഈ കച്ചവടത്തിൻ്റെ ലാഭവും ഇതിൻ്റെ വ്യാപ്തിയും സാറൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് ഇവന് ജാമ്യം കിട്ടാനൊരു കാര്യമുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇവന് ജാമ്യം കിട്ടി. ഇന്ന് സുപ്രീം കോടതി വാസു എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. 3 മിനിറ്റ് കൊണ്ട് ഫയലെടുത്ത് മോന്നക്കരുത് ഇതിൻ്റെ ജാമ്യം പപ്പൻ്റെ അടുത്ത് ഊരെ കളഞ്ഞു. പക്ഷെ പോറ്റിക്ക് ഒരു കേസിനകത്ത് ജാമ്യം കിട്ടും. അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് എന്തെന്ന് പറയും, ഇവൻ ഞാൻ പറഞ്ഞതുപോലെ ചുമട്ടുതൊഴിലാളി മാത്രമാണ്. മനസ്സിലായില്ല, ഇവൻ ഇതിൻ്റെ ഇടനിലക്കാരൻ. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവനാകുമ്പോൾ ശ്രദ്ധിക്കത്തില്ലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് വരെ ഇവന്മാർ. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇവനെ ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് പോറ്റി കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പം പറഞ്ഞല്ലോ, അന്ന് നമ്മൾ ചോദിച്ചു ജില്ലാ സെക്രട്ടറി ഇപ്പോൾ രാജീവ് അബ്രഹാം പോറ്റി, അയ്യോ പോറ്റിയോ അതാരെ എങ്ങനെ ഇരിക്കുക പോറ്റിയൊന്നും എനിക്കറിയാം, പോറ്റിമാരെ അറിയത്തില്ലെന്നാ രാജീവ്. അപ്പം അയാളുടെ പടം വന്നുകൊണ്ടിരിക്കുക, പോറ്റിയുടെ കുടുംബമായിട്ട് നിൽക്കുന്നത്. പോറ്റിയുടെ അച്ഛന് പുട കൊടുക്കുന്നത്, സ്വന്തം അച്ഛന് പോലും പുട കൊടുക്കാൻ സമയമില്ല. CPM ഫുൾ ടൈം 24/7. കാരണം രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് വീട്ടിലെ പെണ്ണും പിള്ളയുടെ പിറന്നാൾ അറിയത്തില്ല, കൊച്ചിൻ്റെ നൂലുകെട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ തന്തയുടെ ശബ്ദാർത്ഥി അറിയത്തില്ല, ഒന്നിനും സമയമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയമില്ല, വെറുതെ ഞാൻ കളിയാക്കി പറഞ്ഞില്ല. ഈ സമയത്ത് ആ പോറ്റിയുടെ തന്തയുടെ അടിക്കേളിക്കാരൻ്റെ തന്തയുടെ അവിടെ കൊടിവെച്ച കാറെ മന്ത്രി വരുന്നു, കൊടിവെച്ച കാറെ പ്രകാശ് വരുന്നു, ജില്ലാ സെക്രട്ടറിയുടെ കാറയിൽ അല്ലെങ്കിൽ MLAയുടെ കാറിൽ രാജീവ് അബ്രഹാം വരുന്നു. ഇപ്പോൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇങ്ങനെയുള്ളവൻ കമ്മ്യൂണിസ്റ്റുകാരല്ല, മോട്ടിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് MV ഗോവിന്ദൻ പറയും. MV ഗോവിന്ദനെ പറ്റി എനിക്ക് ഉള്ള അഭിപ്രായത്തിന് അത് അയാൾ മോട്ടിക്കുന്നൊന്നുമില്ല, എന്നാ എനിക്ക് മോട്ടിച്ചിട്ടുമില്ലെന്നാവും. പപ്പന്റെ കാര്യം പറഞ്ഞില്ല, വാസുവിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ബോധ്യമില്ലെന്ന് പറഞ്ഞു. ബോധ്യമില്ല തരും. MV ഗോവിന്ദന്റെ കാര്യത്തിൽ എനിക്കൊന്ന് PS മാസ്റ്റർ പറയേണ്ടത് കഴിഞ്ഞിട്ട് അദ്ദേഹം. അപ്പം ഇതിനകത്ത് ഇപ്പം AKG സെന്ററിലേക്ക് സാമ്പത്തിക ക്രമക്കേട് കോടികൾ നടന്നതിന്റെ അന്വേഷണം ED കൊണ്ടുവരും. കാരണം AK സെന്ററിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ ഭാഷയും പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി രാജു ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന് AK സെന്ററിൽ ഇരിക്കുക. ഇതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ AK സെന്ററില്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ പറഞ്ഞു, കുറ്റം ചെയ്യുന്നവൻ ഇതിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറ്റം നേരത്തെ സമ്മതിച്ചു, പപ്പൻ ചെയ്തതാണ്, വാസു ചെയ്തതാണ്, അവൻ ഈ പാർട്ടിക്കകത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം ഇതുപോലെ ഇനിയും അടുത്ത സംസ്ഥാന കമ്മിറ്റി കൂടാൻ ഈ ED വ്യാപകമായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ വ്യാപ്തി കണ്ടെത്തി വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇതിനകത്ത് കാണുമോ സാറേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലൈനാണെങ്കിൽ CPM അങ്ങനെയുള്ളവരെ കമ്മ്യൂണിസ്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ശബരിമല കൊള്ളാതെ ഇരുമ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് എത്ര പേര് കാണും? അതായത് പ്രശാന്ത് പറയുന്നതനുസരിച്ച് CPMന് അങ്ങനെ പോയി കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി കൂടാനായിട്ട് ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. അതെ അതെ. എന്തായാലും ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത് CPM മാത്രമല്ല, കോൺഗ്രസും ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരേപോലെ പങ്കാളികളാണെന്നുള്ള രീതിയിലാണുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിൻ്റെ കാര്യം, ആൻ്റണിൻ്റെ കാര്യം, ഇവരൊക്കെ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം പടങ്ങൾ വരുന്നു, ഈ പടങ്ങളുടെ പരിശോധനകൾ നടക്കുന്നു. ED അവസാനം കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രക്രിയയിൽ ഇവരെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ആഴത്തിൽ അഗാധമായിട്ടുള്ള രീതിയിലുള്ള കൊള്ള ശബരിമലക്കകത്ത് നടക്കുകയും അതിൽ ഈ കാലാകാലങ്ങളായിട്ടുള്ള ഭരണകർത്താക്കളെല്ലാം പെട്ടുപോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് CPMന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല, കോൺഗ്രസിന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. പിന്നെ മഹാതന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് പോയതോടെ BJPയും കുഴപ്പത്തിലായി കഴിഞ്ഞിരിക്കുക. BJPക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യം. തന്ത്രീനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്ത്രീനെ സംരക്ഷിക്കാൻ പോകേണ്ട കാര്യം BJPക്ക് ഇല്ല. പക്ഷെ അവർ അതിനകത്ത് ഒന്ന് പെട്ടു, അവരും നിശബ്ദരായിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാവരും ഒരു നിശബ്ദതയിൽ മൂകതയിൽപ്പെട്ട ഒരവസ്ഥയും അതേപോലെ തന്നെ അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെല്ലാം ജയിലിൽ കയറുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി. വാസുവിന് ജാമ്യം കൊടുത്തില്ല അല്ലേ? പോറ്റിക്ക് കൊടുത്തു അല്ലേ? കോടതി വാസുവിനോട് ചോദിച്ച് നീ ദൈവത്തെ കട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ദൈവത്തെ കട്ടതിനൊക്കെ എങ്ങനെയാണ് ജാമ്യം തരുന്നത്? കോടതിയൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്താണെന്നില്ല നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കോടതിയൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ഭക്തിയുടെ പേരിൽ അവർ ഭഗവാന്റെ എല്ലാ സമ്പത്തും മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു, അതിനുള്ള സൗകര്യമുണ്ടാക്കി, അങ്ങനെ മോഷ്ടിക്കപ്പെട്ടു.
എത്രത്തോളമാണ് എന്നിപ്പോഴും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ലെ, പാളി എങ്ങനെ അതിനെ പറിച്ചെടുത്തുണ്ടോ അതാണ്